കുറച്ച് പൈസ തരുമോ? അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് തീരെ സുഖമില്ല. എന്താ മോന്റെ അമ്മയ്ക്ക് പറ്റിയത്? എന്റെ വീട് കുറച്ച് അപ്പുറത്താണ്. എന്റെ അമ്മ വയ്യാതെ വെക്കുന്നത്. എന്റെ അമ്മക്ക് തീരെ വയ്യ. ഏട്ടാ, ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ നിൽക്കരുത് കേട്ടോ. രാവിലെ തന്നെ വന്നോളൂ ആൾക്കാരെ കരുത്താൻ. എന്താ മുഖം കണ്ടൊക്കെ അറിഞ്ഞൂടെ കള്ളനാണെന്ന്? വെറുതെ ഓരോ വയ്യാവില് വെച്ച് തലക്കിട്ടാണ്. നീ എന്താ പറഞ്ഞത്? ആ കുട്ടി ഒരു സഹായം ചോദിച്ചു വന്നതല്ലേ? എന്ത് സഹായം? ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ടാ വിളിച്ചത്. വന്നത് വന്ന് സഹായിക്കേ. ഏട്ടൊന്നുകൂടെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ആ കുട്ടി സഹായം ചോദിച്ചതല്ലേ? നിങ്ങളെന്താ കുഴപ്പം? വയ്യാത്ത കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്ത് കാര്യം പറയാനാണ്? ഇങ്ങനത്തെ ഒരൊന്നും വീട്ടിൽ കെട്ടരുത് ഞാൻ പറഞ്ഞേ. ഞാൻ പണി നോക്ക്. ആ പാവം കുട്ടിയാ. അത് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് പോണ്ട. നീ ഏതെങ്കിലും പണി നോക്ക്. അവൻ പോയി. നിനക്ക് സമാധാനായില്ലേ? ആ, എനിക്ക് സമാധാനായി. ഹായ് പപ്പ, നല്ല പഴുത്ത മാങ്ങ നമുക്ക് വാങ്ങിച്ചാലോ? പപ്പ പ്ലീസ് പപ്പ വാങ്ങിക്ക. ആ ധാരാളാ. എന്തൊക്കെയാ വിശേഷം? കൊറേ നാളായല്ലോ കണ്ടിട്ട്. അമ്മ ഇതെന്റെ കൂട്ടുകാരനാണ് അമല്. ഇതാ അമല്, നീ സ്കൂള് വരാതെ മാങ്ങിച്ചെടുക്കണ. എത്ര ദിവസമായി നീ സ്കൂള് വന്നിട്ട്? എന്റെ അമ്മ കൊറേ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. മരുന്ന് വാങ്ങാൻ ഒന്നും പൈസ ഇല്ല. ഇപ്പൊ അമ്മയ്ക്ക് തീരെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കച്ചവടത്തിന് വന്നത്. ഇങ്ങനെ കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസ വെച്ചാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കുന്നത്. ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരും ഇല്ല. എന്നാ ശരി, ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് ഉണ്ട്. അമ്മയ്ക്ക് സുഖം, എന്റെ ഇഷ്ടം. ചേച്ചാ അമ്മ എന്ന് വെച്ചത് നല്ല പഠിക്കുന്ന കുട്ടിയാവേ. കൊറേ ദിവസമായി അമ്മ സ്കൂളിലേക്ക് വന്നിട്ട്. നീ എന്ന് എന്തൊക്കെയാ കുട്ടിയെ പറ്റി പറഞ്ഞത്? നമ്മൾ ഒരിക്കലും ഒരാളെ അറിയാതെ ഒന്നും പറയാൻ നിൽക്കരുത്. ആ കുട്ടി അത്രയാണ് പൈസ അത്യാവശ്യമായിട്ടല്ലേ വന്നത്. എനിക്ക് അതിന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇനി എങ്ങനെ ശ്രദ്ധിക്കേ. പാവാണത്. അതിന് അമ്മയ്ക്ക് ഒന്നും അസുഖ. സോറി ഏട്ടാ, ഞാൻ വിചാരിച്ച കുട്ടി വെറുതെ ഓരോന്ന് പറയാണെന്ന്. പക്ഷെ ഇങ്ങനെയാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് ആ കുട്ടിയുടെ അമ്മേനെ കാണാൻ പോയാലോ? ഹോസ്പിറ്റലിലത്തെ ചെലവെല്ലാം നമുക്ക് കൊടുക്കാം. അവന്റെ സ്കൂൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുത്താലോ? എല്ലാ ചെലവും നമുക്ക് കൊടുക്കാം. എന്നാലും എനിക്കൊരു സമാധാനം ആവുള്ളൂ ഞാൻ ചെയ്ത തെറ്റിന്. ആ, അതാണ് നല്ല കാര്യം. നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഏറ്റവും നല്ല കാര്യം അതാണ്. നമുക്കിപ്പോ അവരെ സഹായിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ. എനിക്കിപ്പോ സന്തോഷമായി.